നിങ്ങൾ കസേരകൾ കണ്ടിട്ടുണ്ടോ? ചുറ്റും നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഇരിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കുട്ടികളെ. ഒരു കാലത്ത് ഓണക്കളിയുടെ ഭാഗമായിരുന്ന ഈ കസേരകളി കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില പള്ളികളിൽ ചെന്നാൽ മതി. റഫറിയുടെ വിസൽ ശബ്ദം കേൾക്കുമ്പോൾ കസേരയിൽ ഇരിക്കാൻ വേണ്ടി കസേരയ്ക്ക് ചുറ്റും ഓടുന്ന കുട്ടികളെക്കാൾ ആവേശത്തോടെയാണ് മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ കസേര അന്വേഷിച്ച് ഓടി നടക്കുന്നത്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരുന്ന ഹാജിയാർ പള്ളിയുടെ ഏറ്റവും പിന്നിലെ സഫിൽ വച്ചിരിക്കുന്ന കസേര കയ്യിൽ എടുത്തുകൊണ്ടുവന്ന് ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ നേരെ ഇടതുഭാഗത്തിട്ട് ആ കസേരയിൽ ഇരുന്ന് ളുഹർ നിസ്കാരം 4 റക്അത്തും വളരെ റാഹത്തായിട്ടങ്ങ് നിസ്കരിക്കും. എങ്ങനെയാണ് ഈ നിസ്കാരം സ്വഹീഹാവുക? കാരണം ചോദിച്ചാൽ ഹാജിയാർക്ക് പറയാനുള്ള മറുപടി സുജൂദ് ചെയ്യാൻ കഴിയില്ല, കാലിന്റെ മുട്ടിന് വേദനയാണ് എന്നതാണ്. നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ 3ാമത്തെ ഫർളാണ് കഴിവുള്ള ആളുകൾ നിന്ന് നിസ്കരിക്കണമെന്നത്. ഒരാൾക്ക് സ്വയം നിൽക്കാൻ കഴിവില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെ നിൽക്കണമെന്നും അതിനുള്ള സാധ്യതയില്ലെങ്കിൽ ഒരു ഭിത്തിയിലേക്ക് ചാരി നിന്ന് നിസ്കരിക്കണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനും കഴിയാത്ത ഒരാളോടാണ് ഇസ്ലാം ഇരുന്ന് നിസ്കരിക്കാൻ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇരുന്ന് നിസ്കരിക്കുക എന്നൊരു കൾച്ചർ കേരളീയ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഗർഭിണികളായ നമ്മുടെ സ്ത്രീകൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഗർഭിണിയാണ് എന്ന കാരണം പറഞ്ഞ് ഇരുന്ന് നിസ്കരിക്കുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള മാതാപിതാക്കൾ സ്വന്തമായി അവരുടെ ആവശ്യങ്ങളെല്ലാം നടന്നു ചെയ്യുകയും നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു കസേര കൊണ്ടുവന്നിട്ട് അതിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. കാരണം നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണെന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്നും വളരെ കൃത്യമായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ പഠിപ്പിച്ചതാണ്. മാറേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനസ്സാണ്.